ഇവൾ ഒരുത്തിയ കണിമംഗലത്തെ മരുമകളാകാൻ വേണ്ടി ഇവള് കാണിച്ച ആഗ്രഹം കാരണമാ ഇപ്പൊ ഇതെല്ലാം തുറന്നു പറയേണ്ടി വന്നത്. നിനക്ക് തൃപ്തിയായില്ലേ യശോദേ? വളർത്തി വലുതാക്കിയതിന് ഇവള് തന്ന കൂലി കണ്ടില്ലേ? അവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും തെറ്റി. ഈ നിൽക്കുന്ന രാധിക ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ. എത്രയോ നാളുകൾക്ക് മുമ്പ് പരസ്പരം പ്രണയിച്ചവരാ ഞങ്ങള്. എന്റെ കുടുംബത്തിൽ ഞാൻ ആവശ്യപ്പെട്ടത് ദേവനാരായണ തിരുമേനിയുടെ മകളെ എനിക്ക് വേണ്ടി പെണ്ണാലോചിക്കാനാ. അവരിവിടെ വന്നതും കണ്ടതും സംസാരിച്ചതും പരിചയപ്പെട്ടതും പ്രിയങ്കയായി പോയെന്ന് മാത്രം. അതുകൊണ്ട് ഞങ്ങളുടെ പ്രണയം ഇല്ലാതാകുമോ? ഇനി ഒരു സത്യം കൂടി അറിഞ്ഞു. നിങ്ങളൊക്കെ പറയുന്ന പോലെ ഇത്രയും കാലം എന്റെ കൂടെ ജീവിച്ച പ്രിയങ്കയുടെ ശരീരത്ത് പോലും ഞാൻ തൊട്ടിട്ടില്ല. എന്തിനാ ദേഹത്തിന്റെ കണക്ക്? അവളോ ഞാനോ പരസ്പരം മനസ്സിൽ പോലും തൊട്ടിട്ടില്ല. കാരണം എന്റെ കണക്കുകൂട്ടലില് എനിക്കൊരൊറ്റ പെണ്ണേ ഉള്ളൂ. അത് ഈ നിൽക്കുന്ന രാധിക. ഇവളാ എന്റെ ഭാര്യ. ഇതൊന്ന് തെളിച്ചു പറഞ്ഞ് ഇവളോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായ മുത്തശ്ശിക്ക്? മോളെ, രഹസ്യങ്ങൾ ഞാൻ സൂക്ഷിക്കാൻ നോക്കിയതമ്മ, പക്ഷെ കൈവിട്ടുപോയി. എന്നോട് പൊറുക്ക്. അമ്മയ്ക്കോ മുത്തശ്ശിക്കോ അച്ഛനെ വിളിച്ചു വരുത്താം. എന്നിട്ട് ഈ സംഭവത്തിലെ ന്യായങ്ങൾ പറഞ്ഞ് അച്ഛനൊരു തീരുമാനം എടുക്കട്ടെ. പക്ഷേ ആ തീരുമാനം രാധികയും ഞാനും ഒരുമിച്ച് ജീവിക്കാനുള്ളത് തന്നെയായിരിക്കണം. എന്റെ നിലപാടിന് ഇനിയൊരു മാറ്റം ഉണ്ടാവില്ല. ഹലോ. ആ പ്രിയങ്ക, സാമുല. ആ എന്താ? ഒരു ഗോൾഡൻ ചാൻസ് വന്നിട്ടുണ്ട്. ഒരു തമിഴ് പടവാ. മലയാളി ഡയറക്ടർ. ഒന്ന് ശ്രമിച്ചാ ഹീറോയിന്റെ വേഷം തന്നെ പിടിക്കാം. സമൂൽ, ഞാൻ അല്പം തിരക്കില്ല, പിന്നെ വിളിച്ചാ മതിയോ? അയ്യോ, ഇതങ്ങനെ മാറ്റിവെക്കാനൊന്നും പറ്റില്ല. കാസ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. 2-3 ദിവസത്തിനുള്ളിൽ ഷൂട്ടിംഗ് ആരംഭിക്കും. താനൊരു കാര്യം ചെയ്യും. ഞാനിപ്പോൾ പൂജപ്പുരയാ, എൻ്റെ വേറൊരു വർക്കിൻ്റെ ലൊക്കേഷനിലാണ്. താനെന്ന് ഇങ്ങോട്ട് വാ, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അല്പം തിരക്കില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സാമുലിനെ അങ്ങോട്ട് വിളിക്കാം. എന്തു പറ്റി? എന്തോ ഒരു ടെൻഷൻ പോലെ. എന്തെങ്കിലും കാര്യമായിട്ട് പ്രശ്നമുണ്ടോ? ഉണ്ട്, എൻ്റെ ഫാമിലിയിലൊരു പ്രോബ്ലം. ഓക്കെ, ഞാൻ വിളിക്കാം.
ഭഗവാനെ, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെയുള്ളവരുടെ കണ്ണീര് കാണണോ, അതോ വരുണിന്റെ സങ്കടം കാണണോ? അമ്മേ, ചേച്ചി എവിടെ? ചേച്ചി എവിടെയെന്ന്? വരുൺ, ചേച്ചി എവിടെ? രാധിക അകത്തുണ്ട്. ഞാൻ രാധിക എന്റെ ഭാര്യയായിട്ട് കൂടെ കൂട്ടാനാണ് വന്നിരിക്കുന്നത്. ഭാര്യയായിട്ടോ? അപ്പൊ ഞാനോ? ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഞാനും രാധികയും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണെന്നും നിനക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഞാനും നീയും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. എഴുന്നേക്കടി. നിന്നോടല്ലേ പറഞ്ഞു എഴുന്നേക്കാൻ? പ്രിയ, പ്രിയ, ഇത്രയും നാളും നീ എന്നെ പച്ചക്കായിരുന്നല്ലേ? പറയട്ടെ. നീ ഒരു ചേച്ചി കാണടി. പ്രിയ, ഓടി പ്രിയ, വരാൻ. എന്റെ ജീവിതം ഇല്ലാതാക്കണം നിനക്കല്ലേ? അല്ല മോളെ, ഞാൻ പ്രിയ, ഞാൻ പറയട്ടെ. നിനക്ക് വരുൺ പ്രിയ, ഞാൻ പറയട്ടെ. പ്രിയ, എന്തിനാ കാണിക്കുന്നു? മാറ്, മാറമ്മേ, എന്നെ ഒഴിവാക്കിട്ട് നിനക്ക് ഇവളുമായിട്ട് സുഖമായിട്ട് ജീവിക്കണം അല്ലേ? ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഞാൻ താലി കെട്ടി എന്റെ ഭാര്യയ്ക്ക് വേണ്ടി. അവിടെ വെറും കാഴ്ചക്കാരിയായി നിനക്ക് ഒന്നും പറയാനില്ല. അയ്യോ മോളെ, വരുൺ, പുറത്തിറങ്ങിപ്പോ. ഞാനിവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് രാധികയും കൊണ്ടായിരിക്കും. ആവശ്യത്തിൽ കൂടുതൽ അഹങ്കാരവും ധിക്കാരവും ഉണ്ടാക്കി കൊടുത്ത് മുത്തശ്ശി വളർത്തി ഈ മോളില്ലേ, അതെ എന്നോടൊപ്പം എന്നല്ല ഒരു പുരുഷനൊപ്പവും ഒരു ജീവിതം അർഹിക്കാൻ പോകുന്നില്ല. അമ്മേ, രാധികയെ ഇനി ആരും ദ്രോഹിക്കാൻ പാടില്ല. എന്താ തീരുമാനം എന്ന് വെച്ചാ നിങ്ങൾ എടുത്തോ. എല്ലാം തീരുമാനിച്ചിട്ട് നടന്നിരുന്നതല്ലേ?
അമ്മേ, അമ്മയ്ക്കിപ്പൊ സമാധാനമായല്ലോ. ലോകത്തിലെ ഏറ്റവും നന്മയുള്ളവളെ അല്ലേ കണ്ടെടുത്തോണ്ടൊന്ന് വളർത്തിയത്. പറ്റുമെങ്കിൽ എന്നെ അങ്ങ് കൊല്ലം പറ മോളോട്. എന്നിട്ട് ഇവളെ അങ്ങ് ചേർത്ത് വെച്ച് ആശ്വസിപ്പിക്കേ. മോളെ മിണ്ടരുത്. അമ്പലത്തിൽ വെച്ച് നീ വരുണിനോട് പറഞ്ഞതൊക്കെ കേട്ടു നിന്നതാ ഞാൻ. വരുണ് പ്രാണനെ പോലെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്. പ്രിയേ, ഇന്നോ ഇന്നലെയോ അല്ല, നീ വരുണിനെ കാണുന്നതിന് മുൻപേ ഇഷ്ടപ്പെട്ടു പോയവളാ ഞാൻ. അമ്മ, ഇഷ്ടപ്പെട്ടത് തന്നെയാ. അന്വേഷിച്ചു വന്നു തന്നെയാ. അമ്മ, നമ്മളെപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കുന്ന കൃഷ്ണ ഭഗവാന്റെ തീരുമാനം കൊണ്ടല്ലേ ഈ താല എന്റെ കഴുത്തിൽ തന്നെ വീണത്. പറയുന്നേ നീ വാ. മോനെ, സംഭവിച്ചതെല്ലാം തെറ്റാ. ഒരിക്കലും മൂടി വെക്കാൻ പറ്റാത്തൊരു കാര്യം ഞങ്ങൾ ചെയ്തത്. ഇപ്പൊ ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്ത എന്തൊക്കെ സംഭവിക്കും, ആരൊക്കെ ബാക്കി ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ സത്യസന്ധമായ ഇഷ്ടത്തിൽ ഒരു ശരിയുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്നത്. ആത്മാർത്ഥമായ മനസ്സോടെ ഞാൻ എന്റെ മോളെ യശോദേ, ദേവനാരായണനെ കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം? പ്രിയങ്കയുടെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവനാരായണൻ പിന്നെ ജീവിച്ചിരിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടല്ലോ, കണിമംഗലത്തുനിന്നും പ്രിയങ്ക പടിയിറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ദേവനാരായണൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. നിനക്ക് നിന്റെ വളർത്തുമകളെ സന്തോഷിപ്പിക്കണം, അവളെ കൈപിടിച്ചു കൊടുക്കണം. പക്ഷെ കൈപിടിച്ചു കൊടുക്കുമ്പോ ഒന്ന് മനസ്സിലാക്കിക്കോ, ദേവനാരായണന്റെ ജീവനാ വില പറയുന്നത്. ചെല്ലടി, ചെന്ന് അവന്റെ കൂടെ സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്തെങ്കിലും സംഭവിച്ച് ദേവൻ തളർന്ന് വീണാലോ അവസാനിച്ചാലോ പിന്നെ ഈ വഴി നീ വന്നു പോകരുത്.
ഒന്ന് അവസാനമായിട്ട് കാണാൻ പോലും. ഇവളാ ദേവനാരായണൻ തിരുമേനിയുടെ അന്തസ്സുള്ള മകൾ. ഇവളെ ഓർത്താ ഞാൻ അഭിമാനിക്കുന്നത്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയ ഇവള് തന്നെയാ. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ ഒരേ ഒരാളെ ഉള്ളൂ. എന്റെ മോള്. അച്ഛനെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എനിക്ക് വരുണ്ട ഭാര്യയാവാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. ഒരിക്കൽ കൂടി നിങ്ങൾ ജയിച്ചു അല്ലേ മുത്തശ്ശി? പക്ഷേ സത്യസന്ധമായ ഇഷ്ടം എന്റെ പെണ്ണിന്റെ മനസ്സിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. അത് അവിടെ ഉള്ളിടത്തോളം കാലം വേറൊരുത്തി എന്റെ മനസ്സിൽ കയറില്ല. വരുണിന് വേറൊരു ഭാര്യ ഉണ്ടാവില്ല. അമ്മേ, ഞാൻ ഇറങ്ങുക. അമ്മ ഇപ്പൊ എന്നോട് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അമ്മ വേണത് നേർവഴിക്ക് കൊണ്ടുവരാൻ. യശോദേ, ഒരുപാട് കാലമായി അമ്മ ഈ ഭാരം ചുമക്കാൻ തുടങ്ങിയിട്ട്. കുടുംബത്തിന്റെ അന്തസ്സിന്റെ കാര്യം പറഞ്ഞാലും ദേവേട്ടന്റെ വില പറഞ്ഞാലും നമ്മൾ ചെയ്തത് തെറ്റ് തന്നെയാ. അവൻ നമ്മളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ലെന്ന് പറഞ്ഞ അത് തെറ്റാ, തെറ്റ് തന്നെയാ അമ്മേ. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി എന്നെ രക്ഷിച്ചത്. മുത്തശ്ശി ഇല്ലായിരുന്നെങ്കിൽ. മുത്തശ്ശി ജീവനോടെ ഇരിക്കുമ്പോ നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും സംഭവിക്കില്ല മോളെ. ചേച്ചി കൂടെ ഇല്ലാതെ വരുൺ എന്നെ കണിമംഗലത്ത് കേട്ടില്ല.
കോതമംഗലത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ചേച്ചിയെ കൂടെ കൊണ്ടുപോയേ പറ്റൂ.